ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ കിയ സെൽറ്റോസിലെ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. സെൽറ്റോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഈ HTK ഓപ്ഷനിലാണ്. ഇപ്പോൾ കിയയിൽ റീസെൻ്റ്ലി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. കാരണം പനോറമിക് സൺറൂഫ്, ഓട്ടോമാറ്റിക്, അങ്ങനെയുള്ള ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ HTK ഓപ്ഷണൽ വേരിയന്റിൽ നിന്നാണ്. അപ്പോൾ ഈ 2025 വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. 2025 മോഡൽ കിയ സെൽറ്റോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. കിയ ഈ വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു വേരിയന്റ് ആണ്. ഇപ്പോൾ സെൽറ്റോസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഈ ഒരു ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. പക്ഷേ ടോപ്പ് എൻഡിൽ ഒരു വലിയ DRL വരുമ്പോൾ ഈ വാഹനത്തിൽ ആ ഒരു സ്പേസിലൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു ചെറിയൊരു DRL ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോഗ് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DRLന്റെ ടോപ്പിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. അത് താഴെ ആ ഒരു LED ആ ഒരു DRL കാണാം, കിയയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള. അത് താഴെ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ പലരും ഈ ഒരു വേരിയന്റ് എടുത്തിട്ട് ഹെഡ്ലൈറ്റൊക്കെ LED കൺവേർട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പ് എൻഡിൻ്റെ ലുക്ക് കാര്യങ്ങൾ കിട്ടും. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഫ്രണ്ടിൽ വരുന്നില്ല. ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വശങ്ങളിൽ നിന്ന് തൊട്ട് ഈ എൻഡ് വരെ ആ ഒരു സിൽവർ ഫിനിഷ് പോകുന്നത് കാണാം. ആ താഴെ ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിപ്പോൾ എല്ലാ വേരിയൻറ്റുകളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഒരു DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ജസ്റ്റ് ഒരു സിൽവർ ഫിനിഷിൽ അത് എൻഡപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കിയയുടെ പുതിയ ലോഗോ കാര്യങ്ങൾ ബോണറ്റിൽ കാണാവുന്നതാണ്. വശങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വേരിയൻറ്റിൽ 16 ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 205/65R16 ആണ് ടയർ സൈസ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ടോപ്പ് എൻഡുകളിൽ നമുക്ക് 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇതിനകത്തൊരു മാറ്റ് സിൽവർ ഫിനിഷിലുള്ള അലോയ് വീല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇവിടെ കിയയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേരിയൻറ്റ് തൊട്ടിട്ടാണ് നമുക്ക് അലോയ് വീലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വശങ്ങളിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ വാഹനം ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമുക്കത് എടുത്ത് കാണിക്കാത്തത്. മിറേഴ്സിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വേരിയൻറ്റ് തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. UV പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഫംഗ്ഷണലായിട്ടുള്ള റൂഫ് റെയിൽ കാണാം. അതിൻ്റെ ടോപ്പിൽ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു പനോറമിക് സൺ റൂഫ് ഈ വേരിയൻറ്റിൽ കിയ കൊടുത്തിട്ടുണ്ട്. HTK ഓപ്ഷണൽ വേരിയൻറ്റ് നമുക്ക് പനോറമിക് സൺ റൂഫ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് ബാക്കിൽ LED കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. ഈ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് ആ വാഷർ, വൈപ്പർ, ഡീഫോഗർ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ HTK ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗർ ഗ്ലാസ്സുകളാണ്. ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കാണാനായിട്ട് പറ്റും. നമുക്കിത് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാം LED ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെ ഈ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ ഒരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാവുന്നതാണ്. നമുക്ക് നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് ഇവിടെ റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ആ ഒരു നമ്പർ പ്ലേറ്റിന് മുകളിലെല്ലാം നമുക്ക് ആ ഒരു ഹാലജൻ ലൈറ്റ്സുകളാണ് വരുന്നത്. ഒരു മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. 435 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വളരെ സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. 433 ലിറ്ററാണ്. അത് നമുക്ക് വലിയൊരു ബൂട്ട് ആയതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ബൂട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 205/65R16 ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ സ്റ്റീൽ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് സീറ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ട്. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഇല്ല. ഈസിയായിട്ട് സാധനങ്ങൾ കയറ്റി ഇറക്കാനായിട്ട് പറ്റും.
ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആ ബ്ലാക്കിൽ തന്നെ നമുക്ക് താഴെയൊക്കെ ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ്. ഈ ഒരു വേരിയന്റിലും ഇവിടെ ഒന്നും സോഫ്റ്റ് ടച്ച് വരുന്നില്ല, അതെനിക്കൊരു കുറവായിട്ട് തോന്നി. ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീയുടെ ഒരു പുതിയ കീ എന്ന് വേണമെങ്കിൽ പറയാം. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫോട്ടോ പവറിനോട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷിൽ കാണാവുന്ന പറ്റും. സ്പീക്കർ ഗ്രില്ല് വരുന്നു. ട്യൂട്ടർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, ട്യൂട്ടർ വരുന്നില്ല. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് വശത്തായിട്ടൊരു ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നത് കാണാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് കാണാം. നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. ഇനി അകത്തു നിന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൽട്ടോസ് HTK ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറിൽ വരുന്നത്. ആകെ വരുന്നൊരു ഡിഫറൻസ് നമുക്ക് ഇവിടെ മാനുവൽ AC കൺട്രോൾസ് വന്നെന്നുള്ളത് മാത്രമാണ്. ഈ ഫ്രണ്ടിലെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിൽ ഫുൾ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഇവിടെ ഒരു 8 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനും ഇവിടെ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് 10 ഇഞ്ചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റബിളോട് സ്റ്റിയറിംഗ് വീലാണ്. ടെലസ്കോപ്പിക് ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയുള്ള ഒരു സിൽവർ ഫിനിഷ് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് വീലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. അതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റ് ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജും എല്ലാം ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടയർ പ്രഷർ വാണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സും അതിനകത്ത് കാണാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ഈ ഒരു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിയയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്നു. അവർ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കുറച്ച് ഫിസിക്കൽ ബട്ടണുകൾ കാണാം. ഇതിനകത്ത് 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ്. കിയയുടെ വാഹനങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി. അത് ഫുൾ ഫംഗ്ഷണലായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. പാർക്കിംഗ് സെൻസേഴ്സ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC വെൻസിനെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. ഇവിടെ എല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു ലെതർ സ്റ്റിച്ചിങ് തോന്നുന്ന രീതിയിലുള്ളൊരു ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് ഈ ഒരു വേരിയന്റിൽ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു ഓട്ടോമാറ്റിക്കും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് തന്നേനെ. അതിന് താഴേക്ക് വന്നാൽ ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസിക് കാര്യങ്ങളോ വീഡിയോസൊക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ആ ഗിയർ ലിവറിന് ചുറ്റും നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ടോപ്പ് എൻഡ് വേരിയന്റിൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ഈ വേരിയന്റിലൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്കൊരു എന്താ പറയുക, ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എന്നുള്ള രീതിയിലൊരു ഫിനിഷ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സെൻറ്റർ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസും കാണാം. കൂൾഡ് ഫീച്ചറൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ആംബ്രസ്റ്റിന് കൊടുത്തിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റോട് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വിത്ത് മിററാണ് വരുന്നത്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൺ റൂഫ് ഈ വേരിയന്റിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് പാനോറമിക് സൺ റൂഫാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ വേരിയന്റ് തൊട്ടിട്ടാണ്. ഫുൾ വ്യൂ കിട്ടുന്ന ഒരു വലിയ സൺ റൂഫാണ്. സൺ റൂഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഇത്രയും ചൂടുള്ള സമയത്ത് സൺ റൂഫിന്റെ ഓരോ ആവശ്യവും ഇല്ല ശരിക്കും. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ
കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിലൊക്കെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ബാക്കിൽ സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ കിയയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സെൽട്ടോസിലൊക്കെ എന്താണെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം, സ്പീക്കർ ഗ്രില്ല് കാണാം. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ എന്താണെങ്കിലും ഒരു ന്യൂ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നു. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളാണ്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലെഗ് റൂം ആൻഡ് റൂം കാണാം. ലാവിഷായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും പനോറമിക് സൺറൂഫ് ഉണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സെൻട്രൽ പാസഞ്ചറിന് ഒരു ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു അൺകംഫർട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ആംറെസ്റ്റ് കാര്യങ്ങളും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തി. 2025 മോഡൽ സെൽട്ടോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ കിയയുടെ എല്ലാ വാഹനങ്ങളിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ ഈ സെഗ്മെന്റിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സെൽട്ടോസിന്റെ ഈ HTK ഓപ്ഷണൽ വേരിയന്റിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രീമിയം ഫീച്ചറായ അഡാസ് ലെവൽ 2 പോലുള്ള ഫീച്ചേഴ്സും അതിനകത്ത് കാണാനായിട്ട് പറ്റും. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള സെൽട്ടോസിന്റെ ഒരു വേരിയന്റ് ആണ് ശരിക്കും ഈ HTK ഓപ്ഷണൽ വേരിയന്റ്. പെട്രോൾ എഞ്ചിനിലേക്ക് വന്നാൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 16-18 ഓട്ടോമാറ്റിക് ആൻഡ് മാനുവലാണ് മൈലേജ് തരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. സെൽട്ടോസിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും ആ ഒരു ഡീസൽ ഓപ്ഷൻ തന്നെയാണ്. അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഈ HTK ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. 2025 പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റ് HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. 2025 വന്നപ്പോൾ HTE വേരിയന്റ് ഇല്ല, HTE ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. അതിനകത്ത് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പെട്രോൾ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11,12,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,46,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസൽ വേരിയന്റിന്റെ എക്സ്ഷോറൂം പ്രൈസിലേക്ക് വന്നാൽ 12,70,000 രൂപയാണ് ഡീസൽ HTE ഓപ്ഷണൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,35,000 രൂപ. പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം 1,80,000-85,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HTK ഓപ്ഷണൽ വേരിയന്റ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു HTK വേരിയന്റ് ഉണ്ട്, പക്ഷെ അത് ഒട്ടും വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ബെസ്റ്റ് വേരിയന്റ് HTK ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഇതിൻ്റെ പെട്രോൾ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,68,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് IVT ആണ് വരുന്നത്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 19,22,000 രൂപയാണ്. ഡീസലിലേക്ക് വന്നാൽ ഡീസൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17,49,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 21 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ വേരിയന്റുകൾ മോഡിലേക്ക് പോകുമ്പോൾ പ്രൈസിന്റെ ഡിഫറൻസ് കുറഞ്ഞു വരുന്നത് കാണാം. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് HTK ഓപ്ഷനിൽ 19,22,000 രൂപയും ഡീസലിലേക്ക് വരുമ്പോൾ 21 ലക്ഷം രൂപ വരുന്നുള്ളൂ. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് നിങ്ങൾക്ക് ഈ 2 വേരിയന്റുകൾ തമ്മിൽ വരുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സെൽട്ടോസ് നോക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മിനിമം ഈ ഒരു HTK ഓപ്ഷണൽ വേരിയന്റെങ്കിലും എടുക്കണം, ഓട്ടോമാറ്റിക് ഓർ മാനുവൽ. അതുകൊണ്ട് അത്യാവശ്യം ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ അലോയ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 17 ഇഞ്ചിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു LED ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് കാര്യങ്ങളായിരിക്കും ഈ വാഹനത്തിന് കിട്ടുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ DKHKയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.